ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് ബ്ലെസ് യു ഫ്രം ഡെത്തിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ഇപ്പോൾ സ്റ്റേഷനിൽ എല്ലാവരും ഇരുന്ന് കേസിൻ്റെ കാര്യം പറയുന്നതാണ് കാണിക്കുന്നത്. സിംഗ് പറയുന്നുണ്ട് എല്ലാവരുടെ കൂടെ ആയിട്ട് ഇപ്പോൾ എല്ലാ തെളിവുകളും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ആ ഒരു ശാന്തി താമാണ്. ശാന്തി താമിലല്ല, നമ്മൾ മീറ്റ് ചെയ്ത ആ ഒരു 2 വ്യക്തികളെയാണ്. അതായത് അവർ ചെന്നപ്പോൾ അവിടെ മീറ്റ് ചെയ്ത അവിടുത്തെ മെയിൻ കാര്യങ്ങൾ നോക്കുന്ന അയാളും അയാളുടെ കൂടെ നിൽക്കുന്ന ആളെയാണ് പറയുന്നത്. ആ ഒരു മെയിൻ ആളുടെ പേരെന്ന് പറയുന്നത് തായിനെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ കുറിച്ചിട്ട് അന്വേഷിക്കണം, നമുക്കാണെങ്കിൽ ഇവരെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ശാന്തി താമിൽ ചെന്നപ്പോഴത്തേക്കും ലാസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ സിംഗിനാണെങ്കിൽ ക്രൈം സീനിലെ ഡെഡ് ബോഡീസിൽ നിന്ന് കിട്ടിയതുപോലെ ഒരു പാവ പോലത്തെ സംഭവം കിട്ടിയത് നമ്മൾ കണ്ടതാണ്. അത് ആക്ച്വലി മണ്ണ് കൊണ്ടുള്ളതായിരുന്നു. അത് അവൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മണ്ണും ഇവർക്കല്ലാതെ കിട്ടിയ ആ ഒരു പാവാൾ, ആ പാവാളിലുണ്ടായിരുന്ന മണ്ണും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ, സെയിം ടൈപ്പ് മണ്ണാണോ എന്ന് അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഡയറക്റ്റ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതാണ്. നേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ സേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സേവിന് കഴിയാനായിട്ട് കുറേ ഫുഡും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഡാരൻ പറയുന്നുണ്ടല്ലോ, ഇത്രയും ഫുഡ് ആർക്കാണ്, നീ ഭയങ്കര കെയറിങ് ഒക്കെ ആണല്ലോ ഒന്ന് സേ. ആ ടൈമിൽ എന്ത് പറ്റി, കെയർ ചെയ്യാൻ പാടില്ലെന്ന് വയ്ക്കുമ്പോൾ ഡാരൻ അല്ല പെട്ടെന്ന് എന്താ കെയർ ചെയ്യാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മരിക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ നീ ഇവിടെ ബോധമില്ലാതെ കിടന്ന ടൈമിൽ ഞാൻ എന്തുമാത്രം ടെൻഷനായെന്നറിയോ, നമ്മൾ തമ്മിൽ അതിന് തൊട്ടൊരു അടി വരെ ഉണ്ടായത്. നിൻ്റെ അടുത്ത് സോറി പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് സത്യം പറയാൻ കുറ്റബോധം തോന്നിപ്പോയി. എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്, എനിക്ക് നീയോട്ട് ഒന്നിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഡാരൻ. അപ്പോൾ പക്ഷെ നമ്മൾ തമ്മിൽ ഒത്തുപോയില്ല, വീണ്ടും മുമ്പത്തെ പോലെ ബ്രേക്കപ്പ് ആയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ഇതിൽ എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, നമുക്കാണെങ്കിൽ മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഡാരൻ. അപ്പോൾ നീ പറയുകയാണെങ്കിൽ പിന്നെ എനിക്കറിയാം പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവരപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞ് എല്ലാം സെറ്റാണ്. അതിനുശേഷം ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഫുഡ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ആ ടൈമിന് ഇവൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡല്ലാതെ മറ്റൊരു ഫുഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ബാംബൂ ഷൂട്ട് ആ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ആരും ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്തിനാ വാങ്ങിച്ചത്, നീ ഇത് കഴിക്കത്തില്ലല്ലോ എന്ന്. ആ ടൈമിന് ഇത് ഞാൻ വാങ്ങിച്ചല്ല, ഒരു ശാന്തി താം ഹൗസ് അവിടെ നിന്ന് ആക്ച്വലി തുപ്പ് വാങ്ങിച്ചതായിരുന്നു, അത് എനിക്ക് കൊണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് നമ്മൾ കണ്ടതാണ് തുപ്പ് അവരുടെ അടുത്ത് ഫുഡ് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ വാങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഫുഡ് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡാറിനൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് ഇവർക്ക് ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഒരു 7 ബോഡി അവരുടെ എല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ 7 പേരുടെ വയറ്റിലും ഇതേ സെയിം ഫുഡ് കഴിച്ചതിൻ്റെ അംശം ഉണ്ടായിരുന്നു, അതായത് ബാംബൂ ഷൂട്ടിൻ്റെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്തോ ഡൗട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടനെ തന്നെ സിംഗിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവർ മരിച്ചുപോയ 7 പേരും അവർ ഓരോരുത്തരും ജനിച്ചത് സൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഓർഡറിലാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ഓരോരുത്തരും വീട്ടിൽ നിന്നൊക്കെ കിട്ടിയ പാവാളെല്ലാം തന്നെ ഇവർ നിരത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കെമ്മിനോടാണ് ഇത് ചെയ്യാനായിട്ട് പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ കെമ്മിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കെം ഈ പാവാളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ഇത് കൊണ്ടുവയ്ക്കാനായിട്ട് എന്താ ഇത്ര ലേറ്റായെന്ന്. കെം അവ പറയുന്നുണ്ട്, അത് പിന്നെ ഓരോ ക്രൈം സീനിൽ പോയ പോലീസുകാരും പറയുന്നത് അവരവിടെ വെച്ച് ഒരു പ്രേതത്തിനെ കണ്ടു എന്നാണെന്നാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും കിങ് ആണെങ്കിൽ ഈ പ്രേതമൊന്നും ശരിക്കും നിങ്ങളൊന്ന് പറയാൻ നിർത്താവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മെക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടല്ല മെക്ക് പറയുന്നുണ്ട്, ഇല്ല ഞാനും ആ പ്രേതത്തിനെ കണ്ടതാണ്, അതുകൊണ്ട് ഇനി വിശ്വസിക്കാതിരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. ആ സമയം തന്നെ സിംഗ് ആണെങ്കിൽ ഇതുപോലെ കുറച്ച് പിന്നെ സെയും ഡാറിനും വിളിച്ചു എന്നും മരിച്ചുപോയ അവർ 7 പേരുടെ വയറ്റിലും ആ ഒരു ബാംബൂ ഷൂട്ട് കഴിച്ച ഫുഡിൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നും ആ ഫുഡ് ശാന്തി താമി കൊടുക്കുന്ന സെയിം ഫുഡാണെന്നും ആ സ്ഥലത്ത് തന്നെ എന്തോ കാര്യമുണ്ടെന്നും പറയുന്നുണ്ട്. ആ സമയം കിങ് ആണെങ്കിൽ എങ്കിൽ പിന്നെ നമുക്ക് അവിടെ തന്നെ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പാവകൾ എവിഡൻസ് ആയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് സ്റ്റോറേജ് റൂമിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് കെമ്മ് പോകുന്നുണ്ട്. അവൻ ആ സ്റ്റോറേജ് റൂമിൽ കയറുമ്പോഴത്തേക്കും എല്ലാവരും ഇപ്പോൾ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ള കളർ കണ്ണൊക്കെയുള്ള ഒരു പ്രേതത്തിനെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അവൻ പക്ഷേ അതിനെ കാണുന്നില്ല. എന്നാൽ അവിടെ ആരോ ഉള്ളതുപോലെ തോന്നിയിട്ട് അവൻ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. അങ്ങനെ ആ ഒരു ബോക്സ് കൊണ്ട് വയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ബോക്സ് അനങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും ആ ഒരു പ്രേതത്തിൻ്റെ തല അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അവൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഇതേ സമയം തുപ്പും അതുവഴി തന്നെ നടന്നു പോകുന്ന ടൈമിന് മറ്റൊരു ആത്മാവ് അവൻ്റെ മുന്നിൽ വന്നിട്ട് നീ വേഗം ആ ഒരു സ്റ്റോറേജ് റൂമിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ നേരെ ഓടി വരുന്ന സിംഗിൻ്റെ അടുത്തേക്കൊക്കെയാണ്. സിംഗിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ആ ഒരു എവിഡൻസ് വെക്കാനായിട്ട് സ്റ്റോറേജ് റൂമിലേക്ക് ആരായിട്ട് പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രശ്നമാണെന്ന് മനസ്സിലായിട്ട് ഇവരെല്ലാവരും നേരെ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. അതേസമയം കെമ്മിനെ ആ ഒരു പ്രേതം വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല മരിച്ചുപോയ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പോലെയുള്ളൊരു പാവ, ആ പാവ ഒരെണ്ണം ഇവനെ കഴിപ്പിക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവരുടെ വായിക്കകത്തേക്ക് ഇങ്ങനെ വച്ചു കൊടുക്കുന്നുണ്ട്. ബലം പ്രയോഗിച്ച് അവനെ കൊണ്ട് അത് വിഴുങ്ങിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ ടൈമിന് കറക്റ്റ് ഇവർ കയറി വരുന്നതുകൊണ്ട് തന്നെ കെമ്മ് രക്ഷപ്പെടുന്നുണ്ട്. ആ ഒരു പ്രേതം അവിടെ നിന്ന് പോകുന്നുണ്ട്. കെമ്മുണ്ടെ തന്നെ ആ ഒരു പാവിനെ തുപ്പിക്കളയുന്നുണ്ട്. എന്നിട്ട് കാര്യം പറയുന്നുണ്ട്, ഇതുപോലെ അതെന്നെ കൊണ്ട് ഇത് കഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ. ഉടനെ തന്നെ ഇപ്പം ഇങ്ങനെ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. തുപ്പപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രേതം എല്ലാവരെയും കൊല്ലാനായിട്ട് നോക്കുകയല്ല, ആ ഒരു എവിഡൻസ് നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു എവിഡൻസ് ആരൊക്കെ എടുക്കുന്നോ അവരെയാണ് അത് അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അവൻ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ഒരു ഇതിൽ ബാക്കി ആര് ഈ എവിഡൻസ് വയ്ക്കുന്നതിനേക്കാളും സിംഗ് കയ്യിൽ വെച്ചേക്കുന്നതാണ് നല്ലത്. കാരണം സിംഗിൻ്റെ അടുത്തേക്ക് ആത്മാക്കളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ പിന്നെ സിംഗിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സിംഗ് ഇത് വീട്ടിൽ കൊണ്ടുവന്നതിന് നല്ലത്, ഇല്ലെങ്കിൽ എവിഡൻസ് സേഫ് ആയിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ നല്ലൊരു ഐഡിയ ഉണ്ട്, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കിങ് അതൊന്നും വേണ്ട, ചിലപ്പോൾ ഈ ഒരു തുപ്പ് തന്നെയാണ് ഈ ഒരു കേസിലെ പ്രതിയെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ നിന്നോടല്ലേ താമസിക്കുന്നത്, അവന് ആ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗ് എങ്കിൽ കുഴപ്പമില്ല,
എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ മൊത്തത്തിൽ ഏറ്റെടുത്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് സെയിനെയും ഡറിനെയും കാണിക്കുമ്പോഴത്തേക്കും ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഡറിനാണെങ്കിൽ ഇവരെ പ്രേതത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊരു ദൈവത്തിൻ്റെ പ്രതിമേനെയൊക്കെ വയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്ന പോലെ തന്നെ സേ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡറിനപ്പോൾ സേയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കൊടുത്തിട്ട് നീ ഇതിട്ടോ, ഇതും നിന്നെ ആ ഒരു പ്രേതങ്ങളിൽ നിന്ന് രക്ഷിക്കും, നിനക്കിനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ഫാഷൻ പോലെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ സേ ആണെങ്കിൽ ഇവന് നീ എന്നെ ഇട്ടുതരാനായിട്ട് പറയുന്നുണ്ട്. ഡറിൻ അവൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡറിൻ ആ ടൈമിന് തിരിച്ചെന്തായാലും ഫീസ് വേണം, ഫ്രീ ആയിട്ടൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സേ ആണെങ്കിൽ അവനെ കിസ് ചെയ്തിട്ട് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സിങ്ങിനെയും തുപ്പിനെയും കാണിക്കുമ്പോൾ അവർ എവിഡൻസും കൊണ്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുപ്പ് ചോദിക്കുന്നുണ്ട് കിങ് ആണെങ്കിൽ ഇതിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. സിങ് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ ഞാൻ ഈ എവിഡൻസ് ഇവിടെ കൊണ്ടുവന്നെന്നും പറഞ്ഞ് നിനക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന ടൈമിന് ഇല്ല, എനിക്കങ്ങനെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ ഇവിടെ താമസിക്കുമ്പോഴത്തേക്കും എനിക്ക് പേടിക്കാവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സിങ്ങാണെങ്കിൽ കേസ് കഴിയുന്നവരെ മാത്രം, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും തുപ്പാണെങ്കിൽ അപ്പോൾ കേസ് കഴിയുമ്പോൾ നീ എന്നെ ഇവിടെ ചവിട്ടി പുറത്താക്കാനായിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കിങ് അപ്പോൾ നിനക്കെന്താ ഇവിടെ ടെൻറ്റ് കെട്ടി താമസിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും താല്പര്യമുണ്ട്, സമ്മതിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിങ്ങാണെങ്കിൽ കേസ് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് ലേറ്റാവാതെ പോയി കിടക്കുക, നമുക്ക് നാളെ രാവിലെ തന്നെ കേസിൻ്റെ കാര്യം അന്വേഷിച്ച് ഇറങ്ങാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു ശാന്തി താം ഹൗസിൽ ആ ഒരു മെയിനായിട്ടുള്ള ആൾ തായെന്നും പറഞ്ഞ ആ ഒരു വ്യക്തി അയാളുടെ വീട്ടിലേക്ക് ഇവർ ചെല്ലുന്നതാണ്. വീട്ടിലോട്ട് കയറി പോകുന്നില്ല, വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ അയാളുടെ വീടും സ്ഥലമൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട്. കൂടെ മെക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഇയാൾ 20 വർഷം മുമ്പ് ഒരു പോലീസുകാരനായിരുന്നു, പിന്നീട് അവിടെയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ശാന്തി താമിൽ ജോയിൻ ചെയ്തതൊക്കെയാണ്. ഇയാൾക്കൊരു വൈഫും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. വരുന്ന ടൈമിന് കുടിച്ചിട്ട് അവരടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഇപ്പോൾ ആ വൈഫും കുഞ്ഞും എവിടെയാണെന്ന് സിങ് ചോദിക്കുമ്പോഴത്തേക്കും അവർ മരിച്ചു, എന്താണ് റീസൺ എന്നൊന്നും ഫയലിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, കൊന്നതായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടായേനെ, മേ ബി വല്ല ആക്സിഡൻറ്റോ വയ്യായ്കയായതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തൊട്ടടുത്തുള്ള കടയിൽ കയറിയിട്ട് ആ ഒരു തായയുടെ വീടിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് തായാണെങ്കിൽ അത്ര നല്ലൊരു വ്യക്തിയല്ലെന്നാണ് ആ ഒരു സ്ത്രീ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല അവിടുത്തെ സ്വാമിജി എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സ്വാമി ഐസൂൺ എന്ന് പറഞ്ഞിട്ട് അയാളെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മീറ്റ് ചെയ്തു. അയാൾ പക്ഷേ ഒരു നല്ല വ്യക്തിയാണെന്നും ഈ ലേഡി പറയുന്നുണ്ട്. അടുത്ത് കിങ്ങിനെ കാണിക്കുകയാണെങ്കിൽ കിങ് ഇപ്പോൾ മറ്റെന്തോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതായത് തുപ്പിനെ പറ്റിയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് അവനിങ്ങനെ അന്വേഷിച്ച് ആരോ ഒരാൾ ഇവനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ ഒരു ഇയാളാണെങ്കിൽ മുമ്പ് ഒരു പോലീസുകാരനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇയാൾ മുമ്പ് പോലീസുകാരനായി വർക്ക് ചെയ്തിരുന്ന അയാളുടെ നാട്, അയാളുടെ ആ ഒരു നാടും തുപ്പിൻ്റെ നാടും സെയിം ആണ്, അവർ ഒരേ സ്ഥലത്തുനിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എന്താ കാര്യമൊന്നും കറക്റ്റ് അറിയത്തില്ല. അടുത്ത് വീണ്ടും സിങ്ങിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ സിങ്ങും തുപ്പും ഡറിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ അവൻ്റെ കൂടെ ചെക്കപ്പിന് വന്നിരിക്കുകയാണ്. സേ ബിസി ആയതുകൊണ്ട് തന്നെ സേ ഇവരെ കൂടെ ഒന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. അങ്ങനെ ചെക്കപ്പിന് വന്ന് ഫയലൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിന് തുപ്പാണെങ്കിൽ ആ ഒരു യൂട്യൂബേഴ്സ് ആയിട്ടുള്ള മുമ്പ് ആ ക്രൈം സീനിൽ കയറി വീഡിയോ ഒക്കെ എടുത്ത് ലൈവ് പോയ ആ ഒരു പിള്ളേർ അവർ അതുവഴി പാസ് ചെയ്ത് പോകുന്ന ഇവൻ കാണുന്നുണ്ട്. ഇവൻ പതുക്കെ അവരെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ആളൊഴിഞ്ഞൊരു ഏരിയ എത്തുമ്പോഴത്തേക്കും ഇവൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ആവുന്നുണ്ട്, ഓണായി ഓഫായി. അപ്പോൾ ഇവനവിടെ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇവന് നല്ല പേടിയാവുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ആ ഒരു പ്രേതം അവൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പ്രേതം ഇവൻ്റെ കഴുത്തിങ്ങിരിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് അവനോട് പറയുന്നുണ്ട് ഞാൻ 7 എണ്ണം എടുത്തു, വീണ്ടും ഞാൻ 7 എണ്ണം എടുക്കുമെന്ന്. അതും പറഞ്ഞുകൊണ്ട് തന്നെ അതിങ്ങനെ വാ തുറന്ന് വരുന്നുണ്ട്. ആ ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സിങ് വരുന്നുണ്ട്. സിങ്ങിൻ്റെ ദേഹത്ത് പിന്നെ ആ ഒരു ദൈവത്തിൻ്റെ ടാറ്റും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രേതം അപ്പം തന്നെ അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ആ സമയം ഡറിനും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഡറിൻ ഇട്ടിരുന്ന പ്രേതങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മാല അത് ഊരിയിട്ട് തുപ്പിനിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് തുപ്പിൻ്റെ അടുത്ത് കാര്യം ചോദിക്കുമ്പോൾ തുപ്പ് ഇതുപോലെ പ്രേതം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു പ്രേതമാണെങ്കിൽ ഞാൻ 7 എണ്ണം എടുത്തു, വീണ്ടും 7 എടുക്കുമെന്ന് പറഞ്ഞവരൊക്കെ പറയുന്നുണ്ട്. സിങ്ങപ്പോൾ അല്ല അതെന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഡറിനാണെങ്കിൽ വേറെ എന്ത് സംഭവം, അത് 7 പേരെ കൊന്നില്ലേ, വീണ്ടും 7 പേരെ കൊല്ലുമെന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ കുറച്ചു മുന്നേ തുപ്പ് ഫോളോ ചെയ്ത് പോയ ആ ഒരു യൂട്യൂബറായിട്ടുള്ള പിള്ളേർ അവർക്ക് നേരെ പാസ് ചെയ്ത് വരുന്നുണ്ട്. ഉണ്ടായിരുന്നത് ആ ഒരു മെയിനായിട്ട് അന്ന് ലൈവ് എടുക്കാനും പ്രേതത്തിനെ വിളിക്കാനൊക്കെ നിന്ന ആ ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു പയ്യൻ ഇപ്പോൾ വീൽ ചെയറിലിരുന്നിട്ട് ഇങ്ങനെ പേടിച്ച് എന്തോ മന്ത്രം പറയുന്ന പോലെയൊക്കെ ഇരിക്കുകയാണ്. അവനെന്തോ വീടായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ അവരെ കാണുമ്പോൾ നിങ്ങളെന്താ ഹോസ്പിറ്റലിൽ വന്നതെന്നൊക്കെ സിങ് ചോദിക്കുന്നുണ്ട്. ആ സമയം പെൺകുട്ടി അത് പിന്നെ ഇവൻ ഭയങ്കര വീടായിട്ട് പെരുമാറുന്നുണ്ട്, അങ്ങനെ ഇവനെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. തുപ്പ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഈ ഒരു പയ്യൻ പറയുന്ന ആ ഒരു മന്ത്രങ്ങൾ പ്രേതത്തിനെ വിളിച്ചു വരുത്താനുള്ള മന്ത്രമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. തുപ്പത് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ ആ ഒരു പെൺകൊച്ചാണെങ്കിൽ എന്താ അവൻ അതാണോ പറയുന്നത്, എടാ നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവനെ അത് പറയുന്നതിന് തടയാനായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു സമയം ആ ഒരു പയ്യനാണെങ്കിൽ പേടിച്ചുകൊണ്ട് തന്നെ ബുധനാഴ്ച എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതേക്കുമ്പോൾ ഡറിൻ പറയുന്നുണ്ട് ബുധനാഴ്ച എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. പിന്നീട് കാണിക്കുന്നത് തിരിച്ചു തുപ്പും സിങ്ങും കൂടെ ആയിട്ട് വീട്ടിലോട്ട് വന്നിട്ട് സെയിനെയും ഡറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം അവൻ സിങ്ങിനോട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയൊന്നും സംഭവിക്കത്തില്ല, ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ സിങ് നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളിവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്നൊക്കെയാണ് ചോദിക്കുകയാണ്. ആ സമയം സിങ് ആണെങ്കിൽ അവൻ്റെ അമ്മ ആദ്യമായിട്ട് അവനെ ആ ഒരു ദൈവത്തിൻ്റെ പ്രതിമേനെ കൊണ്ട് കൊടുത്ത ഒരു കാര്യം അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും
ആണെങ്കിൽ അല്ല എന്താ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിംഗ് അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് വിട്ട് കളയുന്നുണ്ട്. അടുത്ത് പിന്നീട് സേനയും ഡരനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നൈറ്റ് അവരിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും ഡരനെ സേ ഇങ്ങനെ ബാറ്റപ്പിലൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഡരനാണെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് കാലം ഒന്നിച്ച് പോകുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത പിന്നെ സേ ആണെങ്കിൽ നീ എന്തിനാ ഇപ്പോൾ അതൊക്കെ ഓർത്ത് ടെൻഷനാവുന്നേ, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെയാണുള്ളത്, അതുപോലെ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നീയാണെങ്കിൽ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനെക്കുറിച്ചൊന്നും നെഗറ്റീവായിട്ട് ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിസ് ചെയ്തിട്ട് അവരാണെങ്കിൽ ഇങ്ങനെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും സിങ്ങിനെയും തുപ്പിനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സിങ്ങാണെങ്കിൽ നൈറ്റ് വീട്ടിൽ കുളിച്ചിട്ട് അവൻ്റെ ഷോൾഡറിൽ പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാറാനുള്ള പാച്ചും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം തുപ്പിനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവിടെ തന്നെ കെട്ടിയിരുന്ന ഒരു ടെൻറ്റ് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ആ വരച്ചുകൊണ്ടിരുന്ന ഒരു പ്രേതത്തിൻ്റെ പടം കണ്ടിന്യൂ ചെയ്ത് ബാക്കി വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമാണ് ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആ ഒരു പെണ്ണാണെങ്കിൽ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉപ്പാണെങ്കിൽ അവനെ ആരോ ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ ആവുന്നുണ്ട്. ആ ഒരു ശബ്ദം കേൾക്കുന്ന അനുസരിച്ച് തന്നെ അവൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. സിങ്ങും അവിടെ ലിവിങ് റൂമിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തുപ്പിങ്ങനെ ഇറങ്ങി പോകുന്ന കണ്ടിട്ട് സിങ് ആണെങ്കിൽ അല്ല നീ ഇങ്ങോട്ടാണ് പോകുന്നത്, തുപ്പി ഇങ്ങോട്ടേക്ക് വാന്ന് പറയുന്നുണ്ട്. പക്ഷേ തുപ്പി ഇവനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോവാണ്. ആ സമയം സിങ്ങിന് മറ്റൊരു ഫ്ലാഷ് ബാക്കാണ് ഓർമ്മ വരുന്നത്. സിങ്ങിൻ്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. മൈസ എന്നാണ് ആ ഒരു പെങ്കുച്ചിൻ്റെ പേര്. സിങ്ങും മൈസയും ഇങ്ങനെ ഒരുമിച്ചുണ്ടാകുന്ന ടൈമിന് മൈസ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവളും ഇപ്പോൾ തുപ്പ് ഇറങ്ങി പോകുന്ന പോലെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. സിങ് അപ്പോൾ വന്നിട്ട് മൈസ ഫസ്റ്റ് ഒന്ന് ഹോംവർക്കൊക്കെ ചെയ്യും എന്നിട്ട് പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു പെങ്കുച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ എന്താ സംഭവിച്ചത് നമ്മളെ കാണിക്കുന്നില്ല. പ്രസൻറ്റിലേക്ക് വരുമ്പോൾ തുപ്പും അതുപോലെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അന്ന് മൈസ ഇങ്ങനെ ഇറങ്ങിപ്പോയ കാര്യമെല്ലാം സിങ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തുപ്പിൻ്റെ പുറകെ പോകുന്നുണ്ട്. തുപ്പാണെങ്കിൽ ഗേറ്റിൻ്റെ വെളിയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ അവനെ തടയുന്നുണ്ട്. തുപ്പ അപ്പോൾ ഇവൻ പറയുന്നതെന്ന് കേൾക്കുന്നില്ല, ആ ഒരു ഹിപ്നോട്ടൈസിൽ തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തുപ്പ് പഴയതുപോലെ ആവുന്നുണ്ട്. എന്നിട്ട് സിങ്ങിൻ്റെ അടുത്ത് പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സിങ് അപ്പോൾ പിന്നെ നീ എന്താണ് ഞാൻ ഒന്നും പറഞ്ഞിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്തേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുപ്പപ്പോൾ അത് പിന്നെ നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് വാ എന്ന് ആരോ പറയുന്നൊരു സൗണ്ട് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് പേടിച്ചിട്ട് തുപ്പിനെ അന്ന് നൈറ്റ് സിങ് അവൻ്റെ റൂമിൽ കിടത്താണ്. അപ്പോൾ തുപ്പാണെങ്കിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് താഴെയാണ് കിടക്കുന്നത്. സിങ് അപ്പോൾ നീ ബെഡിൽ കയറി കിടക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തുപ്പ് ബെഡിലേക്ക് കയറി കിടക്കുന്നുണ്ട്. എന്നാൽ സിങ് ഉറങ്ങാൻ കിടക്കാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് തുപ്പ് എഴുന്നേറ്റ് വന്നിട്ട് എന്ത് പറ്റി, എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിങ് അപ്പോൾ നീ അങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ടപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിയും മൈസയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. അന്നും ഇതുപോലെ ആയിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് താനുമായിട്ട് ഷെയർ ചെയ്യാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സിങ് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നതല്ലാതെ മറ്റൊന്നും തന്നെ ഓപ്പൺ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ തുപ്പ് പറയുന്നുണ്ട് എനിക്കറിയാം ചിലപ്പോൾ നിനക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, സാരമില്ല ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം, നീയാണെങ്കിൽ ഓക്കെ ആയിട്ട് പറയണമെന്ന് തോന്നുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സിങ്ങിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം സിങ് തുപ്പിനെ ഹഗ് ചെയ്യാണ്. പിന്നെ പതുക്കെ ക്ലോസ് ആയിട്ട് വന്നിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. സിങ് ആണെങ്കിൽ അപ്പോൾ തുപ്പിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഈ കേസിലെ വിറ്റ്നസ് ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, കേസ് ക്ലോസ് ആയിട്ട് നമുക്ക് എന്താ വെച്ചാൽ നോക്കാമെന്ന് പറയുന്നുണ്ട്. തുപ്പപ്പോൾ എനിക്ക് ഓക്കെ നീ ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സിങ്ങിനെ അവൻ തന്നെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം രാവിലെ സിങ്ങും തുപ്പും ഇങ്ങനെ ഹഗ് ചെയ്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ സിങ് ഉറക്കം എഴുന്നേൽക്കുന്നതും തുപ്പ് ഓൾറെഡി ഉണർന്നിട്ടുണ്ടായിരുന്നു. സിങ്ങിനെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിങ് ഇവനെ നോക്കുമ്പോൾ തുപ്പ് പറയുന്നുണ്ട് ഇന്നലെ രാത്രി തണുക്കുന്നു എന്നും പറഞ്ഞിട്ട് നീ എന്നെ വന്ന് ഹഗ് ചെയ്ത് കിടന്നതാ, ഇപ്പം അവരെ നീ അങ്ങനെയല്ലേ കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. സിങ്ങപ്പോൾ ഞാനൊന്നും അല്ല വന്ന് കിടന്നത്, നീയല്ലേ എന്നെ വലിച്ച് ഹഗ് ചെയ്ത് കിടത്തിയതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നൂന്ന് കിടക്കുന്നുണ്ട്. ആ ടൈമിന് തുപ്പ് അവൻ്റെ പുറത്തോട്ട് കയറി കിടന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു കേസിലെ വിറ്റ്നസ് മാത്രമല്ലേ, അതുകൊണ്ട് നീ എന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീയാണെങ്കിൽ ഫസ്റ്റ് കേസ് ക്ലോസ് ചെയ്യും, ഞാൻ എന്തെങ്കിലും പോയി കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് തുപ്പ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് സിങ്ങും കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കാണുന്നത് തുപ്പാണെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ഗാർഡനിങ്ങും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങോട്ടേക്ക് കിങ് വരുന്നത്. കിങ് കുറേ പോലീസുകാരെയും കൊണ്ടാണ് വരുന്നത്. അങ്ങനെ സിങ് ചെന്നിട്ട് എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ കിങ് ഒരു വാറൻറ്റിൻ്റെ നോട്ടീസ് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ തുപ്പിനെ ഒരു കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യുവാണെന്ന്. സിങ് അപ്പോൾ നീ ഇങ്ങനെയാണല്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നിങ്ങനെ കിങ്ങിനോട് ചോദിക്കുമ്പോൾ കിങ് ആണെങ്കിൽ അത് കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വാറൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.